പ്രിയപ്പെട്ടവരെ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഒരു സുപ്രഭാതം നേരുന്നു. എല്ലാവർക്കും നന്മകൾ മാത്രം വരട്ടെന്ന് ടീച്ചർ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും ഞാൻ സരസ്വതി സരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രാവിലെ ചായ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ടിപ്പിക്കൽ ഒരു നല്ല ചെറുപയർ, മുളപ്പിച്ച ചെറുപയറിൻ്റെ കൂട്ടാനാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. മുളപ്പിച്ച ചെറുപയറിൻ്റെ കൂട്ടാൻ അത് വളരെ വെറൈറ്റി ആയിട്ടാണ് ഞാൻ വയ്ക്കുന്നതും കേട്ടോ. അപ്പോൾ ചാനലിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയ കൂട്ടുകാർ വരുന്നവരെ ടീച്ചറുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും കമൻറ്റും ഒക്കെ തന്ന് ഷെയർ ചെയ്യണം. നിങ്ങളുടെ റിലേറ്റീവ്സിനും ബന്ധുക്കൾക്കും. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ശക്തി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വരും. ഇന്ന് ചെറുപയർ മുളപ്പിച്ച ഒരു ടിപ്പിക്കൽ സ്റ്റൈലിലാണ് ടീച്ചർ വയ്ക്കുന്നത് കേട്ടോ. നിങ്ങളൊക്കെ വയ്ക്കുന്ന രീതി ആയിരിക്കും, പക്ഷേ ഡിഫറെൻറ്റ്. ഓരോ പാചകവും ഒരു പാചകമായാലും അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകൾ വയ്ക്കുമ്പോൾ അത് ഡിഫറെൻ്റ് ആയിരിക്കും, അല്ലേ? അങ്ങനല്ലേ? വെറൈറ്റി ഈസ് ദി സ്പൈസസ് ഓഫ് കുക്കിംഗ് അല്ലേ? അപ്പോൾ വ്യത്യസ്തത, എവിടെയും വ്യത്യസ്തതയാണല്ലോ. മനുഷ്യൻ്റെ ജീവിതം തന്നെ, ജീവജാലങ്ങളുടെ ഒക്കെ ജീവിതം തന്നെ വ്യത്യസ്തമാണ്, അല്ലേ? വ്യത്യസ്തതയുമാണ്. ഒരു കുടുംബത്തിലെ തന്നെ, അല്ലെ, ഒരച്ഛൻ്റെ അമ്മയുടെയും മക്കൾ തന്നെ വ്യത്യസ്തമായ രീതിയിലാണ് അവർ ജീവിക്കുന്നത്, അല്ലേ? വ്യത്യസ്തത പുലർത്തുന്നവരുമാണ്. കുക്കിങ്ങിലും ആ വ്യത്യസ്തത ഉണ്ട്. അപ്പോൾ നമുക്ക് കുക്കർ, ചെറിയ കുക്കർ എടുത്തു. നമുക്ക് അതിലേക്ക് കടക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ടീച്ചർ കുക്കർ എടുത്തു. മുളപ്പിച്ച പയർ ഉണ്ടോ? ചെറിയ മുള വരാവും, ഒരുപാടായി അത് വേറൊരു സംഭവമാവും. ഉണ്ടോ? ചെറിയ മുള നോക്കൂ, ചെറിയ മുളപ്പിച്ച ചെറുപയർ. ഇത്രയും വേണ്ട, ഞങ്ങൾക്ക് കുറച്ച് മതിയല്ലോ. അപ്പോൾ കുറച്ച് പാത്രം കഴുകി വെച്ചിരിക്കുന്നതാണെങ്കിൽ ഒന്നുകൂടി നമുക്ക് പാത്രം ഇതിലേക്ക് നമുക്ക് മുളപ്പിച്ച് ചെറുപയറിൻ്റെ കുറച്ച് അവരവരുടെ വീട്ടിലെ ആവശ്യാനുസരണം എടുക്കുക. മുളപ്പിക്കുന്നതൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. തലേ ദിവസമേ കഴുകി വാരി കുതിർത്ത് കുറച്ച് നേരം വെളിയിൽ വെച്ചിട്ട് പിന്നീട് അതെടുത്ത് ചെറിയ നനവോടെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അത് മുളച്ചോളും കേട്ടോ. അല്ല സ്പെഷ്യലായിട്ട് തുണിയിലൊക്കെ ആക്കി കെട്ടി വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയും ഞങ്ങൾക്ക് വേണ്ട, കുറച്ച് മതി. അപ്പോൾ പകുതി, ഒരുപാടായ അധികം വരും. ബാക്കി നമുക്ക് എടുത്തു വയ്ക്കാം. അവിടെ ജീരകവെള്ളം തിളച്ച് വരും, അത് ഓഫാക്കി. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 2 പച്ചമുളക്, 2-3 ഇരിക്കട്ടെ, വേറൊരു മുളകും ഇടുന്നില്ല. ഒരു കഷ്ണം വെളുത്തുള്ളി, പിന്നെ ഒരു 2 അല്ലി ചെറിയ ഉള്ളി, 2 അല്ലി ചെറിയ ഉള്ളി, 2 കഷ്ണം, ഒരു വലിയ സവാള, അല്ലെ 2 ചെറിയ സവാള എടുക്കാം. അതെടുത്തിട്ട് നമ്മൾ അതിലേക്ക് അരിഞ്ഞിടാം. ഇത് ഒരു ചെറിയ ഉള്ളി,
ഇഞ്ചി, വെളുത്തുള്ളി. ഇതാ ഒരു സവാള, ഒരു കഷ്ണം ഇഞ്ചി, ഒരു വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്. മനസ്സിലായത്? ഇത്രയും കാര്യങ്ങളാണ് ഇതിലേക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇന്നലെ കത്തി അങ്ങ് ഒടിഞ്ഞു പോയി ഉണ്ടോ? കത്തി ഒടിഞ്ഞു പോയി. ഇതല്ല അപ്പോൾ പിന്നെ ഇന്നലെ പെട്ടെന്ന് കടയിൽ വിളിച്ച് പറഞ്ഞപ്പോൾ ഒരു കത്തി കൊടുക്കുന്നു. അത് തീരെ ചെറുതായിപ്പോയി. ഒക്കെ നമ്മൾ പോയാലേ ശരിയാവുള്ളൂ. അപ്പോൾ ഈ പച്ചമുളകിനെ ടീച്ചറൊന്ന് അരിയാമേ. ഞാൻ ഇടയ്ക്ക് ടീച്ചറെന്ന് പറയാനുള്ള ആഗ്രഹം കൊണ്ടൊന്നും അല്ല കേട്ടോ. ഒത്തിരിയും വർഷങ്ങൾ ടീച്ചറായിരുന്നതല്ലേ. ഇപ്പോഴും ഇഷ്ടംപോലെ ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. പക്ഷേ ഈ ഞാൻ എന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ല. ഞാനെന്ന ഭാവം ആർക്കും നന്നുമല്ല. ഞാൻ അത് ചെയ്യുക, ഞാൻ ഇത് ചെയ്യുക എന്നൊന്നും പറയുമ്പോൾ ഒരുപാട് ഞാൻ വരുമ്പോൾ ഒരു ഞാൻ ഭാവം അതിൽ വരും. അത് വേണ്ട നമുക്ക്. നമ്മളൊക്കെ ഇവിടുന്ന് എപ്പോഴോ സ്ഥലം വിടേണ്ടവരാ. പിന്നെ എന്തിനാ അങ്ങനെ ഒരു ഭാവം? സിംപ്ലിസിറ്റി, അതാണ് നല്ലത്. ഇതാ ഉള്ളി, പച്ചമുളക്, വെള്ളുള്ളി, ഇതെല്ലാം കൂടെ ഒന്ന് കഴുകിക്കൊണ്ട് വരട്ടെ. ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ കഴുകിക്കൊണ്ട് വന്ന് ഇതിലേക്ക് ഈ മുളപ്പിച്ച കുക്കറിൽ വാരിയിട്ട് വെച്ചിരിക്കുന്ന ചെറുപയറിലേക്ക് നമുക്കിടാം. വളരെ പോഷകമൂല്യവുമാണ്, വളരെ ടേസ്റ്റുമുള്ള ഒരു കറിയാണ്. ഇത് നാളികേരം ഒന്നും ആവശ്യമില്ല കേട്ടോ. ഒരു തക്കാളിയും കൂടി ഇടും. ഇഞ്ചിയും കൂടെ എടുക്കാം. ഈ ഇഞ്ചിയൊക്കെ എന്തിനാണ് ഇതിലിടുന്നതെന്നറിയാമോ? ചെറുപയറൊക്കെ ഗ്യാസല്ലേ. പക്ഷേ മുളപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്യാസ് പോകും കേട്ടോ കൂട്ടുകാരെ. മുളപ്പിച്ച് കഴിഞ്ഞാൽ ഏത് ധാന്യത്തിൻ്റെ ഗ്യാസ് പോകും. ഇനി ടീച്ചർ ഒന്ന് കഴുകിക്കൊണ്ട് വെക്കാം. ഇടയ്ക്കൊക്കെ ഞാൻ എന്നൊക്കെ പറയാം, എപ്പോഴും പറയാതിരുന്നാൽ മതി അല്ലേ. ഞാനെന്ന് വേണമല്ലോ, നമ്മളെക്കുറിച്ച് നമുക്കൊരു ബോധം വേണ്ടേ. ഞാനെന്ന ഭാവം വേണ്ട, ഞാനെന്ന ബോധ്യം വേണം. നമ്മൾ ആരാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. അത് അങ്ങനെ ഉണ്ടാകണമെങ്കിൽ അതിന് ഈശ്വര ചിന്ത വേണം. ഈശ്വര ചിന്ത ഉണ്ടെങ്കിൽ നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ, നമ്മൾ ആരാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഉള്ളി ഞാനിതിൽ അരിഞ്ഞിടുക കേട്ടോ. ഞാൻ ഇങ്ങനെയും താത്ത് വെച്ചാൽ അപ്പം നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണാൻ പറ്റില്ല. നിങ്ങളോട് ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങളെ എനിക്ക് കാണണ്ടേ. ഒരുപാട് വലിയ കഷ്ണം ആക്കണ്ട, ചെറിയ കഷ്ണം ആക്കിയാൽ മതി. പച്ചമുളകൊക്കെ പഴുത്തു പോയി. നമ്മുടെ മുളകിൽ നിന്നതാണ് 3-4 പച്ചമുളക്. ഞാൻ കണ്ടില്ല, 2-3 ദിവസം പുറകിലോട്ട് പോയില്ല. അപ്പോൾ അത് കണ്ടില്ല. ഈ വെയിലുമല്ലേ, അതങ്ങ് അല്ലാണ്ടായി. ഇനി എരിവ് ഒരുപാട് വേണ്ട കേട്ടോ. ഈ ചൂടുകാലത്ത് എരിവ് പരമാവധി നമ്മൾ ഉപേക്ഷിക്കുക. ഇനി നമുക്ക് ഈ വെളുത്തുള്ളി ചൂടാകുന്നതിന് മുമ്പ് അങ്ങ് രാവിലത്തെ എല്ലാം ചെയ്യാം. പിന്നെ ഉച്ചക്കത്തെ സെർവൻ്റ് വന്ന് ചെയ്തോളുമല്ലോ. എന്നാലും ഞാനും നിൽക്കും. ഒരാളെ കൊണ്ട് തന്നെ നമ്മൾ ആ കുട്ടി പല വീടുകളിൽ പോകുന്നതല്ലേ. അപ്പോൾ അതിന് ഒരുപാട് സ്ട്രെയിൻ നമ്മൾ കൊടുക്കരുതല്ലോ. അപ്പോൾ അതറിഞ്ഞേ ഞാൻ ചെയ്യുള്ളൂ. ഇഞ്ചി ഒന്ന് ചതച്ചിടാം, അപ്പോൾ അതിൻ്റെ ഗുണം അതിലിറങ്ങും. ഇതാ പിടികല്ല് കൊണ്ട് ഇഞ്ചി ഒന്ന് കുത്തിയിടാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ഇടാം, ഒറ്റ തക്കാളി. തക്കാളി
ഒരു തക്കാളി, ഒറ്റ തക്കാളി. എൻ്റെ തക്കാളിയിലൊക്കെ പൂവിട്ട് തുടങ്ങി കേട്ടോ. ഞാൻ അന്ന് നിങ്ങളെ കാണിച്ചില്ല തക്കാളി പാകിയതൊക്കെ, അത് പൂവിട്ട് തുടങ്ങി. ഈ ഒരു തക്കാളി ഇതിലേക്ക് ഇടാം. കത്തി ഇന്ന് ഇത്തിരി സൂക്ഷിക്കണം, പുതിയ കത്തിയല്ലേ. എനിക്ക് കൈയുറയൊന്നും ഇട്ട് ഞങ്ങൾക്ക് പഴയ ആൾക്കാർക്കൊന്നും ശീലമില്ല. നമ്മൾ ചെറിയടാന്ന് അരിയും. ഈ തക്കാളി അരിഞ്ഞിടട്ടെ. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, ആവശ്യാനുസരണമുള്ള ഉപ്പ്. ഞാനെന്ന പാവം പാടില്ല, ഞാനെന്ന് പറയേണ്ടി ഒന്ന് വന്നാൽ വരുമല്ലോ, പറയണമല്ലോ നമുക്ക്. എപ്പോഴും ടീച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കില്ല. ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനാണ് കേട്ടോ. അതിനൊന്നും അളവ് നമ്മൾ പറയാൻ പാടില്ല, നിങ്ങളുടെ അളവ്. ഇനി ഒരൽപ്പം ഇതിനകത്ത് പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരു നിറത്തിനൊരൽപ്പം മുളക് പൊടി, ഒരു നിറത്തിന് ഒരൽപ്പം മതി. ഇനി ഇതിന് വേണ്ട വെള്ളം. ഇതിനാവശ്യമായ വെള്ളം, ആവശ്യത്തിന്. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് വേണം വെള്ളം. ഇവിടെ മാഷക്ക് കുറച്ച് ഗ്രേവി വേണം, പുട്ടല്ലേ, അത് നല്ലോണം നനയണം മാഷക്ക്. ഉപ്പ് നോക്കട്ടെ, അല്പം കൂടെ വേണം. ഉപ്പൊക്കെ കുറേശ്ശെ കൂട്ടും കേട്ടോ. നല്ല കാലത്ത് ഇഷ്ടംപോലെ ഉപ്പൊക്കെ ഉപയോഗിച്ച് തന്നെയാണ് ഇപ്പം ഞങ്ങളൊക്കെ ഇന്ന് ഉപ്പില്ലാതെ കഴിക്കുന്നു. എന്നാലും ഞാനുപ്പൊക്കെ ഇടും കേട്ടോ, കാരണം ഇത്തിരി വെള്ളം കൂടെ ഒഴിക്കട്ടില്ലേ. ഇനി ഒരല്പം വെള്ളം കൂടെ ഒഴിക്കാമേ, ഒരു 1/2 ഗ്ലാസ്. ഇനി വേണേൽ പിന്നെ നമുക്ക് തിളപ്പിച്ച വെള്ളം ഒഴിക്കാം. അപ്പുറത്ത് ജീരകമൊന്നും ഒന്നും ഇട്ടിട്ടില്ല, ഞാനിപ്പോൾ ഒന്നും ഇടില്ല. എന്നാ അറിയോ, അപ്പം നമ്മുടെ പാചകത്തിനും കൂടെ ആ വെള്ളം നമുക്ക് എടുക്കാം. പിന്നെ തീരുമ്പം നമുക്ക് മൈക്ക് പോയോ, തീരുമ്പം നമുക്ക് പിന്നെ തിളപ്പിക്കാമല്ലോ. ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കാം. വാഷറും വെയിറ്റും ഒക്കെ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ഇതൊക്കെ നിങ്ങൾ എപ്പോഴും നോക്കണം. ഈ അടപ്പിൻ്റെ ആ നോബൊക്കെ നോക്കണം. അതിൽ കൂടെ എയർ വന്നതിന് ശേഷമേ നിങ്ങൾ വെയിറ്റ് വയ്ക്കാവൂ. എന്നെങ്കിലേ നമുക്ക് എയർ വരുന്നുണ്ടോ എന്നറിയുള്ളൂ. അല്ലെങ്കിൽ അത് തടഞ്ഞിരുന്നാൽ നമ്മൾ നേരത്തെ വെയിറ്റ് വെച്ചാൽ ഇത് തടഞ്ഞിരുന്നാൽ അറിയില്ല കേട്ടോ, പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഇത് എടുത്ത് അടുപ്പിലേക്ക് വയ്ക്കാം. എനിക്ക് നടക്കാൻ മാത്രം ഇത്തിരി ഒരു ബുദ്ധിമുട്ടുള്ളൂ കേട്ടോ. നിന്നേച്ച് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങുമ്പോൾ ടീച്ചർക്ക് വയ്യാതാവും. ഇനി ഇത് അടുപ്പ് കത്തിക്കാം. ആൻ കറങ്ങുന്നുണ്ട്, അതുകൊണ്ട് കത്താനൊരു വിഷമമുണ്ട്. ഇനി അതൊരു സ്റ്റീം, അത് വരട്ടെ, സ്റ്റീം വരട്ടെ. ഒന്ന് സ്റ്റീം വന്നു കഴിയുമ്പോൾ നമുക്ക് ഒന്ന് എയർ ആവി വരാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് അത് അടുപ്പത്തിരുന്ന് പറഞ്ഞു. സ്റ്റീം വന്നു കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഈ വെയിറ്റ് ഇടണം. അറിയാൻ പറ്റില്ല, ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന, എന്നാലും ചില കാര്യങ്ങൾ പറഞ്ഞു തരിക നിങ്ങൾക്ക്. എന്തിനാണെന്നറിയാമോ? അബദ്ധങ്ങൾ ചെറുപ്പക്കാർ പിള്ളേർക്ക്, പുതിയ പിള്ളേർക്ക് വേണ്ടിയാണ് ഞാനിതൊക്കെ പറയുന്നത് കേട്ടോ. പുതിയതായി വിവാഹം കഴിച്ച്
താമസിക്കുന്ന കുട്ടികളും പുതിയതായി വെളിയിലൊക്കെ പോയി ഇരിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും തന്നെത്താൻ കുക്കിങ്ങൊക്കെ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് കേട്ടോ. വലിയ പ്രാക്ടീസൊക്കെയുള്ള വലിയ കുക്കിങ്ങുകാരൊന്നും ഇതൊന്നും ഞാൻ പറയുന്നത് കേൾക്കണ്ട. ഞാൻ സാധാരണക്കാരായ ചെറിയ പെൺകുട്ടികൾക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇതൊരു ആവി സ്റ്റീം വന്നു കഴിഞ്ഞാൽ നമ്മളത് ഈ വെയിറ്റ് ഇടണം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. എങ്കിലും നിങ്ങളുടെ സരസ്വതി ടീച്ചർ പറയുന്നതേ ഉള്ളൂ. പുതിയ കുട്ടികളെ നിങ്ങൾക്ക് വേണ്ടിയാണ് ടീച്ചർ ഇത് പറയുന്നത്. അപ്പോൾ അതിനിടെ ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ പയറ് സ്റ്റീം വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ വെയിറ്റിട്ട് ഒരു 3 വിസിൽ വരണം. 3 വിസിൽ വന്നു കഴിയുമ്പോൾ അതിൻ്റെ സ്റ്റീം പോയി കഴിയുമ്പോൾ അതിനെ എടുത്തിട്ട് അതിൽ നിന്ന് ഒരു പിടി നീക്കി വയ്ക്കണം. നമ്മൾ കടലയ്ക്കും അതുപോലെ ചെയ്യാറുണ്ട്. ഒരു പിടി നീക്കി വെച്ച് ആറുമ്പോൾ അത് ഇതിലേക്ക് അരച്ച് കലക്കി ഒന്ന് ഉടയ്ക്കണം. അപ്പോൾ അതിന് കുറച്ച് ഗ്രേവി ഉണ്ടാവും, കുറച്ച് അതിലെ ഗുണം അതിലേക്ക് കൂടുതലാവുകയും ചെയ്യും. അതാണ് അത് പറഞ്ഞത്. ഇതങ്ങനെ അവിടെ കിടന്ന് ഇതിൻ്റെ പരിപാടിയുള്ളൂ. ഇത് 3 സ്റ്റീം വന്ന് കഴിയുമ്പോൾ ഓഫാക്കി ആറുമ്പോൾ ഒരു ഇത്തിരി ചെറുപയർ അതിൽ നിന്നെടുത്ത് വെന്ത ചെറുപയർ അതിൽ നിന്നെടുത്ത് നമ്മൾ അത് അരച്ചതിലേക്ക് ചേർത്ത് കലക്കി ഒരു തിള വരണം. തിളയ്ക്കാൻ പാടില്ല, ഒരു തിള ചെറുതായിട്ട് വരണം. വന്നു കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് കടുക് താളിക്കേണ്ടവർക്ക് ഉള്ളി, വെള്ളുള്ളിയും ചെറിയുള്ളിയും പച്ചമുളകും കടുകും കറിവേപ്പിലയും കൂടി ഇട്ട് താളിച്ച് കൊട്ടാം. ഞങ്ങളത് ചെയ്യുന്നില്ല. അതിന് പകരം ഞാൻ കറിവേപ്പില ആവശ്യാനുസരണം ഇട്ടോളൂ. കറിവേപ്പില ഏറെ ഇടുക. കറിവേപ്പില ഇട്ട് ഒരുപാടല്ല, അധികമായാൽ അമൃതം കുശം. കറിവേപ്പില ഇട്ട് ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച്, അല്ല നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമാണെങ്കിൽ ഒരു തുള്ളി നെയ്യ് ഒഴിച്ച് അതവിടെ മാറ്റി വയ്ക്കുക. എന്ത് രുചിയാണെന്നറിയാം, ടോപ്പായിരിക്കും. പിന്നെ നിങ്ങളോട് ഞാൻ ചില കാര്യങ്ങൾ, അതായത് ഞങ്ങളുടെയൊക്കെ ലൈഫിൻ്റെ തുടക്കം അത് ഒരുപാട് ക്ലേശകരമായിരുന്നു കുട്ടികളെ. ഇപ്പോഴത്തെ രീതിയേ അല്ല. ഒരു 4 കല്യാണം കഴിഞ്ഞ് വന്നിട്ട്, അല്ലെങ്കിൽ ആദ്യം ഞാൻ കല്യാണം കഴിയാതാണ് പാലക്കാട് സ്കൂളിലേക്ക് വന്ന് ജോയിൻ ചെയ്ത്. എൻ്റെ 3ാമത്തെ ബ്രദറും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവനെ എൻ്റെ സ്കൂളിൽ ചേർത്തു. അവനാണ് പിന്നീട് എൻ്റെ മക്കളെ 3 പേരെയും വെളിരാജ്യത്ത് കൊണ്ടുപോയതും രക്ഷപ്പെടുത്തിയതും. ആ ബ്രദറാണ് എൻ്റെ കുഞ്ഞാങ്ങളാണ്. എന്നെക്കാളും ഒരുപാട് വയസ്സിനിളയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്നാന്ന് വെച്ചാൽ, ടീച്ചർ ഈ ചെറുപയർ കറിക്ക് എന്തിനാ ഇത്രയും കാര്യങ്ങൾ പറയുന്നതെന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിക്കരുത്. അന്നത്തെ ജീവിത കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ പിന്നീട് എനിക്ക് 1 കൊല്ലം കഴിഞ്ഞാണ് കല്യാണം കഴിഞ്ഞു. പിന്നെ കുട്ടികളൊക്കെ ആയതൊക്കെ അതിന് ശേഷമാണ്. മാഷ് കൊല്ലത്തായിരുന്നു ജോലി. അവിടുന്ന് പിന്നെ മൂത്ത മകനായപ്പോഴാണ് പാലക്കാടേക്ക് ട്രാൻസ്ഫറായി വന്നത്. അതുവരെ എൻ്റെ കുഞ്ഞാങ്ങളെയായിരുന്നു എൻ്റെ കൂടെ. അത് കഴിഞ്ഞിട്ടും അവന് ഉണ്ടായിരുന്നു. അപ്പോൾ തുടക്കത്തിൽ ഒരു 4 ഗ്ലാസ്, 4 2 ഗ്ലാസ്സാണ്. കുപ്പി ഗ്ലാസ്സല്ല, സ്റ്റീൽ ഗ്ലാസ് 2 പിന്നെ മാഷും വന്നു കഴിഞ്ഞ് 4 ഗ്ലാസ്സായി. വലിയൊരു കൂട്ടുകാരൊക്കെ വന്നാലൊക്കെ വെള്ളം കൊടുക്കണ്ടേ. അന്ന് കുപ്പി ഗ്ലാസ് ഇല്ല, സ്റ്റീൽ ഗ്ലാസ്സാണ്. 2 സ്റ്റീൽ ഗ്ലാസ്, ഒരു 2 ചരുവം അലുമിനിയത്തിൻ്റെ, ഒരു അലുമിനിയം കലം, ഒരു 2 തവി, 2-3 സ്പൂണ്, ഒരു മണ്ണെണ്ണ സ്റ്റൗവ്. ആഹാരം കഴിക്കാനുള്ള അവനും എനിക്കുള്ള 2 പ്ലേറ്റ്. ഇതായിരുന്നു തുടക്കം. ഒരു ശരാശരി ജീവിതം എല്ലാം ഇങ്ങനെയാണ് തുടങ്ങിയത്. ശരാശരി എന്നെപ്പോലുള്ള പ്രത്യേകിച്ച് അധ്യാപകർക്കൊന്നും അന്ന് വലിയ ശമ്പളമൊന്നുമില്ല. ഇപ്പോൾ പെൻഷൻ ഇഷ്ടം പോലെയാണ്. അന്ന് ശമ്പളമേ കുറവാണ്. ഇപ്പോൾ ശമ്പളം ഒരുപാട് ലക്ഷങ്ങളാണിന്ന്. ഹയർ സെക്കൻഡറിയിലുമൊക്കെ. ഞാൻ ഹയർ സെക്കൻഡറിയിലല്ലായിരുന്നു, ഹൈസ്കൂളിലായിരുന്നു കേട്ടോ ആളുകൾ മേടിക്കുന്നത്. ഹൈസ്കൂളിൽ ലക്ഷങ്ങളുടെ അടുത്താണ്, ലക്ഷങ്ങളുണ്ട്. അപ്പോൾ നമ്മളെപ്പോലുള്ള ഈ സാധാരണ ഒരു ജോലിയൊന്നുമില്ലാത്ത ആൾക്കാരുടെ അവസ്ഥ ഇതിലും ദയനീയമായിരുന്നു. ഒരാൾ സിംഗിൾ ഏണിംഗ് മെമ്പർ ആണെങ്കിൽ അത് അതിലും പരമായിരുന്നു.
ഇത് രണ്ടുപേർക്കും ഉള്ളവരുടെ അവസ്ഥയാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഇത്രയും ചെറിയൊരു സെറ്റപ്പിലാണ് നമ്മൾ ഏതെങ്കിലും ഒരു വാടക വീടിൻ്റെ ഒരു പോർഷനിൽ അവരുടെ ആട്ടും തുപ്പും. ഇപ്പം വാടകക്കാരെ തല്ലാൻ തരുന്ന കാലം, അല്ല വീട്ടുടമസ്ഥരെ തല്ലാൻ തരുന്ന കാലമാണ്. എല്ലാവരും അല്ല, ചിലർ. ഞാൻ കൺമുമ്പ് ചിലതൊക്കെ കണ്ടതുകൊണ്ട് പറയുക. പണ്ട് വീട്ടുടമസ്ഥനെ നമ്മൾ തൊഴുതു പിടിച്ച് നിൽക്കുക, എപ്പോഴാണ് ഇറങ്ങാൻ പറയുന്നത് നമുക്ക് അവർക്ക് തോന്നുമ്പോൾ ഇറങ്ങും. ഒരു നിയമങ്ങളും ഇല്ലല്ലോ പണ്ട്. അങ്ങനെ തുടങ്ങി. ഈ മണ്ണെണ്ണ സ്റ്റൗവിൽ നിന്ന് പിന്നെ അത് തിരിയൊക്കെ ഇട്ടുള്ള ഒരു സ്റ്റൗവാണ്. അതിൽ നിന്ന് പിന്നെ ഒരു പ്രൊമോഷൻ കിട്ടി, ഒരു പമ്പിങ് സ്റ്റൗവ്. ഇനി പമ്പ് ചെയ്യുക. അയ്യോ, അതിലും ഗതികേടാണ്. കുറച്ച് സ്പീഡുണ്ട്, പക്ഷേ അതിൻ്റെ ശബ്ദവും പിന്നെ അതിൻ്റെ ഇടയിൽ അത് കെട്ടുപോകുന്നു. അതിലൊരു കരട് വരുന്നു. എന്നിട്ട് ആ കരട് കുത്താനൊരു പിന്ന്, ഒരു നീളമുള്ള ഒരു സൂചിയും വെച്ചിട്ട് അതുകൊണ്ട് ഇത് കുത്തണം, പമ്പ് ചെയ്യണം. അത് പ്രൊമോഷൻ കിട്ടിയപ്പോഴാണ് കേട്ടോ. ഏത് പ്രൊമോഷൻ? ലൈഫിൻ്റെ പ്രൊമോഷൻ. അങ്ങനെ പമ്പിങ് സ്റ്റൗവായി. പിന്നെ എത്രയോ കാലം കഴിഞ്ഞാണ്, പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞു എൻ്റെ മാരേജ് കഴിഞ്ഞു, പിന്നെ മാസം വന്നു. അപ്പോഴും ജീവിതം ഇതൊക്കെ തന്നെ. പിന്നെ എത്രയോ കഴിഞ്ഞാണ് നമുക്ക് ഗ്യാസ് വന്നതും ഗ്യാസ് കിട്ടിയതും. എന്നാൽ അപൂർവമായ ചിലർക്കൊക്കെ ഗ്യാസ് ഉണ്ടെന്നേ ഉള്ളൂ. ഗ്യാസൊന്നും പ്രചാരമല്ല. ഓട്ടോറിക്ഷയേ ഇല്ല നാട്ടിൽ. അങ്ങനത്തെ ഒരു കാലഘട്ടം. ഞാൻ 1970 കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത് കേട്ടോ. അതൊക്കെ പോയി പിന്നീട് എൻ്റെ ബാല്യകൗമാരങ്ങളെക്കുറിച്ച് പിന്നീട് ഞാൻ നിങ്ങളോട് പറയാം. ഇതിപ്പം ജോലിക്കൊക്കെ വന്ന ആ കാലത്തെ സെപ്പറേറ്റായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് വന്ന് നമ്മൾ സ്വന്തമായിട്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോഴത്തെ കാര്യങ്ങളാണ്. എല്ലാവരുടെയും അനുഭവമാണിത് കേട്ടോ. ഒരു ശരാശരി മനുഷ്യൻ്റെ അനുഭവമാണിത്. അങ്ങനെ വന്നു. പിന്നീട് മാഷിക്കും എൻ്റെ കല്യാണം കഴിഞ്ഞു. മാഷിങ്ങോട്ട് ട്രാൻസ്ഫർ വന്നു, മക്കളായി. പിന്നെ ജീവിതം അങ്ങനെ, കുഞ്ഞുങ്ങളെ വളർത്തുക. അന്നൊന്നും ഹണിമൂൺ പോക്കോ അങ്ങനെയൊന്നുമില്ല. ഫോട്ടോ തന്നെ കല്യാണം കഴിഞ്ഞ് പോയി ഏതെങ്കിലും ഒരു സ്റ്റുഡിയോയിൽ പോയി ഒരു ഫോട്ടോ രണ്ടുപേരും കൂടെ എടുക്കുന്ന ഫോട്ടോ, അല്ലാതെ വീഡിയോയോ ഫോട്ടോയോ ഒന്നും എൻ്റെ കാലത്തില്ല. പിന്നീടൊക്കെ അതായി തുടങ്ങി. ആ കാലഘട്ടം ആലോചിക്കുമ്പോൾ ഇപ്പം എന്താ സ്വർഗമല്ലേ വാസ്തവത്തിൽ. പൈസയ്ക്ക് ദാരിദ്ര്യമാണ്, ഭയങ്കര ദാരിദ്ര്യമാണ് പൈസയ്ക്ക്. സ്വർണത്തിനൊക്കെ എത്രയാണ്, 20 രൂപ എന്തോ ഉള്ളൂ പവന്. പക്ഷെ ആര് മേടിക്കും സ്വർണം? ആ 20 രൂപയ്ക്ക് ബുദ്ധിമുട്ടാണേ. സ്ഥലത്തിന് 10 രൂപ സെൻറ്റിന്. ആര് സ്ഥലം മേടിച്ച് കൂട്ടുന്നു? ആരും മേടിച്ചിട്ടില്ല. ഒരു 10 സെൻറ്റ് എങ്ങനെയും മേടിച്ച് എത്രയോ വർഷം കഴിഞ്ഞിട്ട് ജോലി കിട്ടി 3 കുട്ടികളും ആയിക്കഴിഞ്ഞാണ് 10 സെൻറ്റ് സ്ഥലം മേടിച്ചത്. പിന്നെ ആ ലോണിനോടുന്നു ഈ ലോണിനോടുന്നു എത്ര ബാങ്കുകളൊന്നും ഇതുപോലെ ഇഷ്ടത്തിന് ലോണൊന്നും തരില്ല. ബാങ്ക് മാനേജർമാരുടെയും ബാങ്കുകാരുടെയും ഒക്കെ നമ്മൾ വല്ല ഭിക്ഷയ്ക്ക് തരുന്ന പോലായിരുന്നു. അതൊക്കെ പോയി ഇപ്പോൾ ബാങ്കുകാർ നമ്മുടെ വീട്ടിലേക്കേ വരികയാണ്. ലോൺ വേണമെന്ന് ചോദിച്ചു, നമുക്ക് വേണ്ടാത്ത കാലത്ത്. അങ്ങനെയൊക്കെ പിന്നെ ഒരു വീടുമൊക്കെ ആയി. കുട്ടികളൊക്കെ വെളിനാട്ടിൽ പോകുന്നതിനൊക്കെ ഒരുപാട് മുമ്പ് തന്നെ. എൻ്റെ ചെറിയ മകൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങൾ വീട് വെച്ചത്. ഇപ്പോൾ അവൻ്റെ മോള് 10ാം ക്ലാസ്സിൽ പഠിക്കുക, പരീക്ഷ എഴുതിയിരിക്കുക. കാലത്തിൻ്റെ മാറ്റം ഞാൻ പറയുക. ഇത്രയും ഇതാകുമ്പോൾ നിങ്ങളോട് എന്തെങ്കിലും ഇത്രയും ഇതിൻ്റെ സ്റ്റീം വരുമ്പം നിങ്ങളോട് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അതുമൊക്കെ അറിയണമല്ലോ. ഇന്നീ കാണുന്നൊന്നും അല്ല ജീവിതം. അന്നൊക്കെ ഒരുപാട് കഷ്ടപ്പാടുകളും ക്ലേശവും. ഇതിനിടയിൽ നമുക്ക് തുച്ഛമായ ശമ്പളം കിട്ടുന്നതെന്ന് എല്ലാ ആൾക്കാർക്കും വീട്ടിലേക്ക് പേരൻസിനൊരു തുക അയക്കണം. കാരണം താഴെയുള്ള കുട്ടികളൊക്കെ പഠിക്കുകയല്ലേ എല്ലാ വീടുകളിലും. അച്ഛനമ്മമാർക്കൊന്നും അത്ര വലിയ ഉദ്യോഗമൊന്നും ഉള്ളവരായിരിക്കില്ല. എൻ്റെ വീട്ടിൽ എല്ലാവരും ഉദ്യോഗസ്ഥരായിരുന്നു. എൻ്റെ അമ്മയുടെ അമ്മയ്ക്ക് 7 മക്കളായിരുന്നു. അതിൽ 6 പേരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിരുന്നു. പാവം എൻ്റെ അമ്മയ്ക്ക് മാത്രം ഗവൺമെൻറ് ജോലിയില്ല. അതുപോലെ 6 പേരുടെയും പേർ അവരുടെ പാർട്ട്ണർമാർക്കും ഗവൺമെൻറ് ഉദ്യോഗമായിരുന്നു. എൻ്റെ അച്ഛനും ഗവൺമെൻറ് ഉദ്യോഗമില്ല. അപ്പോൾ ഒരുപാട് ക്ലേശിച്ചാണ് ഞങ്ങളെ വളർത്തിയത്. ഞങ്ങൾ 6 കുട്ടികൾ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ചെറിയ ശമ്പളത്തിൽ നിന്ന് അവിടേക്ക് ഒരു പോർഷൻ പോകണം. അത് 2 ദിവസം വൈകിയാൽ അന്ന് ഫോണൊന്നുമില്ല. വീട്ടിൽ നിന്നൊരു കത്ത് വരും, ഒരു നീണ്ട കത്ത്. അതിനകത്ത് വിഷമങ്ങളും പ്രാരാബ്ധങ്ങളും സങ്കടങ്ങളും പരാധീനതകളും മാത്രം നിറഞ്ഞ കത്തുകളാണെന്ന് എല്ലാവരുടെയും വീടുകളിലേക്ക് ചെല്ലുന്നത്. എൻ്റെ വീട്ടിൽ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. കാരണം അച്ഛൻ ഒരു സമാധാനപ്രിയനും ഒരു സ്നേഹനിധിയും ഉള്ളത് കൊണ്ട് പരമാവധി സന്തോഷവും സമാധാനവുമായിട്ട് കുടുംബം കൊണ്ടുപോകാൻ പ്രാപ്തി എന്ന് പറയേണ്ട മനസ്സ് ഉള്ള ഒരാളായിരുന്നു എൻ്റെ അച്ഛൻ. അച്ഛനെ ഞാൻ ഓർക്കുന്നു, എപ്പോഴും ഓർക്കും. ഞാനെപ്പോഴും പറയാറുമുണ്ട്, അമ്മ പാവമായിരുന്നു, എന്നും അസുഖങ്ങളുമായിരുന്നു. അമ്മയും അച്ഛനെ നമുക്ക് ഒരുപാട് സ്നേഹമല്ലേ.
പക്ഷേ അമ്മയോടായിരുന്നു ഒരുപാട് സ്നേഹം. പിന്നെ അമ്മൂമ്മയാണ് വളർത്തിയത്. അമ്മ വീട്ടിൽ നിന്നാണ് ഞാൻ വളർന്നത്. അപ്പോൾ എല്ലാവരും ഉദ്യോഗസ്ഥരായിട്ടുള്ള ഒരു കുടുംബമല്ലേ വീട്. അപ്പോൾ എഡ്യൂക്കേഷൻ കിട്ടിയത് അങ്ങനെയാണ്. അച്ഛനും അമ്മയും അങ്ങ് പുനലൂരായിരുന്നു. അച്ഛൻ ജോലി ഉണ്ടായിരുന്നു പേപ്പർ മില്ലിൽ. പിന്നെ ഞങ്ങളൊക്കെ ഒരുവിധം ഒന്നും പിള്ളേർ ഇത്തിരിശ പറക്കം മുറ്റിയില്ല. അതിന് മുമ്പേ അച്ഛൻ്റെ ജോലി പോയി എന്ന് വെച്ചാൽ പേപ്പർ മില്ല് അടച്ചു പൂട്ടിയല്ലോ. സർക്കാർ സ്ഥാപനമല്ലേ, അടച്ചു പൂട്ടിയല്ലോ. പിന്നെ ഈ അടുത്തിടയിലും കണ്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ തുറന്നത്. അപ്പോൾ ജോലിയും പോയി കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല. അച്ഛന് എൻ്റെ താഴെയുള്ള 5 പേര് എണ്ണുന്നു 5 പിള്ളേരുമായിട്ട് ഒന്നുമില്ലാതെ വെറും കൈയോടെയാണ് എൻ്റെ അച്ഛൻ തറവാട്ടിലേക്ക് വന്നത്. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ വന്ന് വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ അമ്മായിമാരും ഒക്കെ അമ്മാവന്മാരൊക്കെ കല്യാണം കഴിച്ചു. അവരൊക്കെ സെപ്പറേറ്റ് ആകാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അവരുടെ തണലിലാണ്. അമ്മാവന്മാരുടെയും പേരമ്മയുടെയും കുഞ്ഞമ്മയൊക്കെ ഹെഡ്മിസ്ട്രസ്സുമാരായിട്ടാണ് റിട്ടയർ ചെയ്ത്. അമ്മാവന്മാർ ബ്ലോക്ക് ഓഫീസേഴ്സൊക്കെ ആയിരുന്നു. 2 പേര്. ഒരാൾ ഹയർ സെക്കൻഡറിയുടെ പിന്നെ പ്രിൻസിപ്പലായിട്ട് അവാർഡ് കിട്ടിയ KP ഗോപാലകൃഷ്ണൻ നായർ, പാർട്ടിയുടെയൊക്കെ വലിയ ആളായിരുന്നു. അദ്ദേഹം കൗൺസിലറും ഒക്കെ ആയിരുന്നു കോട്ടയത്തെ പാമ്പാടി. KPG സാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. അമ്മാവിൻ്റെ പ്രയത്നത്തിലാണ് ആ ഹയർ സെക്കൻഡറി അങ്ങനെ പുരോഗമിച്ചത്. ഇപ്പോഴും ഉണ്ട്. അമ്മാവിന് മക്കളൊന്നുമില്ല. എൻ്റെ ചെറിയ സഹോദരനാണ് അമ്മാവിനെയൊക്കെ സംരക്ഷിക്കുന്നത്. അടുത്ത് തന്നെ അവർ സെപ്പറേറ്റ്. എൻ്റെ ഭാര്യയും ഭർത്താവും കൂടെ താമസിക്കാൻ വയസ്സുകാലത്ത് എൻ്റെ പ്രായമുള്ള അമ്മായിക്ക് ടീച്ചറായിരുന്നു. ആയിരുന്നു. അങ്ങനെ ഉള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചതാണ്. ഈ കാണുന്നൊന്നുമല്ല ജീവിതം. നിങ്ങളിപ്പോൾ കാണുന്നതല്ല കുട്ടികളെ ജീവിതം. ഒരുപാട് എൻ്റെയൊക്കെ ഏജിലുള്ളവർ ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിച്ച് തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നത്. കല്ലും മുള്ളും നിറഞ്ഞ പാതകളിൽ കൂടെ സഞ്ചരിച്ചാലേ നമ്മൾ സ്മൂത്തായിട്ടുള്ള ഒരു വഴിയിലേക്ക് എത്തുന്ന. നിങ്ങളാരും ഇപ്പോൾ ഉള്ള ജീവിതാനുഭവങ്ങളോ ജീവിതത്തിലെ കഷ്ടങ്ങളോ പരാധീനതകളോ ഒന്നും കണ്ട് വിഷമിക്കരുത്. അതൊക്കെ മാറും. അതിനെയൊക്കെ സധൈര്യം നേരിടാനുള്ള ഒരു ജീവിതത്തോടൊരു കമ്മിറ്റ്മെൻറ്റും, കുടുംബത്തോടൊരു കമ്മിറ്റ്മെൻറ്റും, ജീവിതത്തോടുള്ള ഒരു സ്നേഹം, നമ്മളോടും നമ്മുടെ ലൈഫിനോടും നമുക്കൊരു സ്നേഹം വേണം. ഇതിപ്പോൾ നമ്മുടെ ഇത് സ്റ്റീം വരാൻ തുടങ്ങി കേട്ടോ. സ്റ്റീം വന്നതിന് ശേഷമേ നിങ്ങളിത് വയ്ക്കാവൂ. കണ്ടോ, സ്റ്റീം വരാൻ തുടങ്ങി. ഇപ്പോഴാണ് സ്റ്റീം വന്നത്. ഇത് വയ്ക്കാം. ഇനി ഇത് 3 വിസിൽ വരുമ്പോൾ സാധാരണ പയറിനെക്കാട്ടിലും എളുപ്പം ഇത് വേഗം. എന്താ പറയുക, കുതിർത്ത് മുളച്ചതല്ലേ. വളരെ നല്ലതാണ് കേട്ടോ. വളരെ പോഷക സമ്പന്നമാണ് ഈ കറി. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ പുട്ടിനെ നനയ്ക്കട്ടെ. അപ്പോൾ പുട്ട് നനച്ച് ഇത് ഇന്ന് നമുക്ക് ഈ സ്പെഷ്യൽ ചെറുപയർ മുളപ്പിച്ച കറി പുട്ടുമാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. സ്റ്റീം വരട്ടെ. ഇനി നമുക്ക് ഈ 3 സ്റ്റീം വന്നു കഴിയുമ്പോൾ ഇത് വാങ്ങണം. വാങ്ങിയിട്ട് നമുക്ക് അത് സ്റ്റീം പോയി കഴിയുമ്പോൾ അതിന് കുറച്ചെടുത്ത് മാറ്റി വെക്കണം. കടല ചെയ്യുന്ന പോലെ തന്നെ കുറച്ചെടുത്ത് മാറ്റി വെച്ച് തണുക്കുമ്പോൾ നമ്മളതിനെ മിക്സിയിൽ ഒന്ന് കറക്കണം. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ കറക്കുമ്പോൾ ഇത്തിരി നാളികേരം ചേർക്കാം. ഇവിടെ ഇതൊന്നും പറ്റാത്തതുകൊണ്ട് നാളികേരം ചേർക്കുന്നില്ല. എന്നിട്ട് നമ്മളത് നല്ലോണം ആ അരച്ച ആ ചെറുപയറിനെയും കൂടി ഇതിനകത്ത് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഒരിത്തിരി കറിവേപ്പില ഊരിയിട്ട് ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ സൂപ്പർ ചെറുപയർ കറിയില്ലേ, വെരി സൂപ്പർ. ഇന്നത്തെ എൻ്റെ വീഡിയോ, എൻ്റെ ഈ ചെറുപയർ കറി ഞാനിവിടെ സമാപിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദിയും കടപ്പാടും ഒക്കെ അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ എന്നും പറയുന്ന പോലെ സരസ്വതി ടീച്ചർ, സരസ്വതി സരയു, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകത്തിലുള്ള എല്ലാവരും സുഖമായിരിക്കട്ടെ. ബായ്. ഈ ചെറുപയർ കറി നിങ്ങൾക്ക് ഇഷ്ടമായാൽ, ഇതിൻ്റെ മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ടീച്ചർ പറഞ്ഞു തന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇല്ലെങ്കിൽ എന്താ അപാകതയെന്ന് വെച്ചാൽ അത് നിങ്ങൾ പറയണം. ഞാൻ എൻ്റെ വീഡിയോയിലൊന്നും കുക്കിംഗ് മാത്രമല്ല പറയുന്നത്. എന്നാൽ കഴിയുന്ന എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ, എൻ്റെ വാക്കുകളിൽ എന്തെങ്കിലും നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയെങ്കിൽ
അത് സന്തോഷം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.